നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ ഒരു നല്ല കേൾവിക്കാരനാകുക എന്നത് വളരെ പ്രധാനമാണേ. കുട്ടികൾ ഇച്ചിരി വലുതായി കഴിയുമ്പം അവർ ഞങ്ങളോടൊന്നും പറയുകയില്ല. എന്നാൽ മറ്റ് ചില ആൾക്കാരോടാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരുപാട് പാരൻസിനെ കണ്ടിട്ടുണ്ട്. അതിനൊരു പരിധി വരെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവർ സ്കൂളിൽ പോയിട്ട് വന്നാലും പുറത്ത് പോയിട്ട് വന്നാലും എന്ത് ചെറിയ കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അവരാദ്യം ഓടി അപ്പൻ്റെ അമ്മയുടെ അടുത്താണ് അത് പറയാൻ വേണ്ടി വരുന്നത്. അവർ വളരെ ചെറിയ കാര്യമായിരിക്കും പറയുന്നത്, പക്ഷെ അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ആ സമയത്ത് നമ്മുടെ ഫോണും മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വളരെ ഇൻട്രസ്റ്റോടെ അവർ പറയുന്ന കാര്യത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന രീതിയിൽ അവരെ കേൾക്കുകയും തിരിച്ചഭിപ്രായം പറയുകയും ആ കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്താൽ നമ്മുടെ അടുത്ത് കാര്യം പറയുമ്പം അവർക്കൊരു സെക്യൂർ ഫീൽ കിട്ടും. പിന്നെ അവർ ഏത് പ്രായത്തിലും അവരുടെ ലൈഫിലെ എല്ലാ മൊമെൻറ്റ്സും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അവർക്കതിനൊരു മടിയുണ്ടാവില്ല. ഒരു നല്ല കേൾവിക്കാരനാകാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, തോക്കി കയറി വെടിവെക്കാതിരിക്കുക. ചില ആൾക്കാരോട് എന്തെങ്കിലും പറയാൻ പോയാൽ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതിന് മുന്നേ 100 അഭിപ്രായം ഇങ്ങോട്ട് പറയും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അവർ പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി. എത്ര പ്രശ്നം പിടിച്ച കാര്യമാണേലും ക്ഷമയോടെ കേട്ടിരുന്ന് വിവേകത്തോടെ മറുപടി പറയുക, തീരുമാനങ്ങൾ എടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വേറെ 10 പേരോട് പോയി പറയാതിരിക്കുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അത് പല കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഇൻസെക്യൂറാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പറഞ്ഞത് പറഞ്ഞ് ഇനി ഒരു കാര്യം പറയത്തില്ല എന്ന് അവർ തീരുമാനിക്കും. അത് മാത്രമല്ല, അവരെ കേൾക്കാൻ പറ്റുന്ന മറ്റൊരാളെ വൈകാതെ പുറത്തുനിന്ന് അവർ കണ്ടെത്തും. പിന്നെ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഈ കുട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. ആ കണ്ടെത്തുന്ന വ്യക്തി ശരിയാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാകാൻ അപ്പനും അമ്മയും, ഇല്ലെങ്കിൽ ഇവരിൽ ഒരാളെങ്കിലും ഒരു നല്ല കേൾവിക്കാരനായി മാറിയേ തീരൂ. വീഡിയോ ഇഷ്ടമായാൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണേ.